നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വരുന്നു. നിയമ ഭേദഗതി ബിൽ നാളെ മന്ത്രിസഭയിൽ അവതരിപ്പിക്കും. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ നേരത്തെ LDF തീരുമാനിച്ചിരുന്നു. SC/ST OBC വിഭാഗങ്ങൾക്ക് സംവരണത്തിന് വ്യവസ്ഥയോടെയാകും സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുക. ഷാംബി മേനോൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച ശുപാർശകൾ അംഗീകരിച്ചാണ് സർക്കാർ തീരുമാനം. മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ഏജൻസികൾ സർവകലാശാല തുടങ്ങുന്നതിനായി സംസ്ഥാനത്ത് എത്തുമെന്നാണ് സർക്കാർ കരുതുന്നത്. നിലവിൽ സംസ്ഥാനത്ത് തന്നെ ചില പ്രമുഖ കോളേജുകൾ സർവകലാശാല എന്ന ആവശ്യവുമായി സർക്കാരിന് മുന്നിലുണ്ട്. ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു. നിരവധി പേർക്ക് പരിക്ക്. പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു. നിരവധി പേർക്ക് പരിക്കേറ്റു. രാത്രി 10:30 അപകടം. വല്ലപ്പുഴ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ നടക്കുന്നതിനിടെയാണ് സംഭവം. 1 മാസമായി നടന്നുവരുന്ന മത്സരമാണ്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പട്ടാമ്പി CI അറിയിച്ചു. പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് യുവതി മരിച്ചു. ഇന്ന് വൈകിട്ടോടെയാണ് അപകടം നടന്നത്. സ്കൂട്ടർ യാത്രക്കാരിയായ ചിറ്റാർ കാരിക്കയം സ്വദേശി അശ്വതിയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. സ്കൂട്ടറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബസ് സ്കൂട്ടറിൽ ഇടിച്ചതെന്നാണ് വിവരം. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ അശ്വതിയുടെ ശരീരത്തിലൂടെ ബസ് കയറി. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഉടൻ തന്നെ വടശ്ശേരിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വയ്യാറ്റുപുഴ പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ എന്ന ബസ്സാണ് സ്കൂട്ടറിലിടിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വാൽപ്പാറയിൽ ബ്രിട്ടീഷ് പൗരന് ദാരുണാന്ത്യം. റോഡിൽ വഴിമുടക്കി നിന്ന കാട്ടാനയെ കണ്ടിട്ടും ബൈക്കുമായി മുന്നോട്ടു പോയ ബ്രിട്ടീഷ് പൗരനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തമിഴ്നാട് വാൽപ്പാറ പാതയിൽ ഇന്ന് വൈകിട്ട് 6:30 സംഭവം. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് പൗരൻ മൈക്കിളാണ് മരിച്ചത്. റോഡിൽ ആന നിൽക്കുന്നത് കണ്ടിട്ടും ബൈക്ക് മുന്നോട്ടെടുത്ത മൈക്കിളിനെയാണ് ആന കൊമ്പിൽ കോർത്ത് എറിഞ്ഞത്. ഇതുവഴി വന്ന യാത്രക്കാർ ബഹളം വെച്ചതോടെ കൂടുതൽ ആക്രമണത്തിന് മുതിരാതെ ആന പിൻവാങ്ങി. മൈക്കിളിനെ വാൽപ്പാറ എസ്റ്റേറ്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പൊള്ളാച്ചി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം. DIGക്കും ജയിൽ സൂപ്രണ്ടിനുമെതിരെ കേസ്. മധ്യമേഖല ജയിൽ DIG P. അജയകുമാർ, കാക്കനാട് ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവർക്കെതിരെയാണ് കേസ്. ഇവർക്ക് പുറമെ കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയും ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ P. അജയകുമാറിനെയും രാജു അബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്ക് പണം കൈമാറുന്നത് ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇക്കാര്യം ലംഘിച്ച് കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് പ്രതികൾ 200 രൂപയുടെ നോട്ട് കൈമാറിയെന്നാണ് കേസ്.